മറ്റാരുണ്ട് LDF അല്ലാതെ? അടുത്ത കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് നമ്മൾ പോകുന്നു. സ്റ്റാർ കോൺസ്റ്റിറ്റ്യുവൻസി ബേപ്പൂർ. തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമായ ബേപ്പൂർ മാറി. എല്ലാവരും യാത്ര ചെയ്ത വാഹനത്തിൽ സുഖമായി നല്ല റോഡിലൂടെ യാത്ര ചെയ്ത അതെ ബേപ്പൂർ. ആ മണ്ഡലത്തിൽ മാത്രമേ റോഡ് കൊടുത്തിട്ടുള്ളൂ. ദേശീയപാത വികസനമാണ് എപ്പോഴും പ്രധാനമായും പറയുന്നത്. ബേപ്പൂർ മണ്ഡലത്തിലേക്ക് നിങ്ങൾ പോയാൽ ഞാനത് ഒരു എക്സ്പാക്ട് ഉണ്ട്, ഞാൻ എക്സ്പാക്ട് പറയാം റിസൾട്ട് വന്നതിന് ശേഷം. 28,000 വോട്ടിന് കൂടെ നിന്ന മണ്ഡലത്തിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നോക്കാം. സംഭവിക്കില്ല. എന്താണ് നോക്കാം. ബേപ്പൂർ 3 സ്ഥാനാർത്ഥികളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യം പോലും ഇല്ലാത്ത 3 സ്ഥാനാർത്ഥികൾ. ഏറ്റവും പ്രശസ്തരായ 3 പേർ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രമുഖരായ PV അൻവർ വാർത്താ താരമായിരുന്നു. 3 പേരും ഒരിടത്തിൽ വാർത്താ താരമാണ്. മുഹമ്മദ് റിയാസ്, PV അൻവർ, പ്രകാശ് ബാബു തീപ്പൊരി നേതാവ്, സിറ്റി ജില്ലാ പ്രസിഡന്റാണ്, യുവ തുർക്കിയാണ്. അതെ, നമ്മുടെ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായിരുന്നു. ഈവൻ നോക്കൂ, അമിത്ഷാ അടക്കം അവിടേക്ക് എത്തിച്ചു. പോരാളി BJP പോരാളിയാണ്. അപ്പോൾ ആർക്ക് മുൻതൂക്കം? 2 പേരും പോരാളികളാണ്, 3 പേരും പോരാളികളാണ്. ഒലിവയിലൂടെ വന്നു. ബേപ്പൂരിൽ LDFനുള്ള സാധ്യതയാണ് ഈ റിപ്പോർട്ട്. വളരെ മുൻപ് തന്നെ ഓർക്കണം, അതായത് LDFൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞു ഞാൻ ബേപ്പൂരിൽ നിൽക്കുമെന്ന്. അങ്ങനെ UDFലേക്ക് വരുന്നു. ബേപ്പൂരിൽ നേരത്തെ തന്നെ പ്രചാരണം തുടർന്നു. മരുമോനിസത്തിനും പിണറായിസത്തിനുമെതിരെയാണ്. നമ്മൾ ആ മണ്ഡലത്തിൽ പോകും. നമ്മൾ ആദ്യം നമ്മുടെ യാത്ര തുടങ്ങുന്ന ആ മണ്ഡലത്തിലാണ്. ആ മണ്ഡലത്തിൽ പോകുമ്പോൾ കേരളത്തിൽ പൊതുവെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നും UDF അധികാരത്തിൽ വരണമെന്നും പറയുന്ന കുറച്ചധികം UDF പ്രവർത്തകരെ ഞാൻ കണ്ടു. നമ്മൾ ലൈവായിട്ട് വന്നവർ പറഞ്ഞു മൊത്തത്തിൽ അവർ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുന്നവരാ. പക്ഷേ ഈ മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസ് വികസന പ്രവർത്തനം നടത്തി എന്നുള്ളത് അവരെല്ലാവരും സമ്മതിച്ചു. പക്ഷേ ഞാനിപ്പോൾ പറയുന്നു, തുറമുഖം പോലെയുള്ള, അതായത് ബേപ്പൂരിലെ മത്സ്യ ഹാർബർ ഉണ്ടല്ലോ, മത്സ്യ തുറമുഖം, അവിടെ കാര്യമായ വികസനം നമുക്ക് കാണാനേ പറ്റില്ല. ആ ഏരിയ അങ്ങനെയാണ് സാർ. അതിൽ അവിടുത്തെ ഒരു പ്രശ്നം, ആ മണ്ഡലം ഇടതുപക്ഷ മണ്ണാണ്. പക്ഷേ അവിടെ ഒരു മത്സരം വന്നത് അൻവർ വന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ മത്സരം തന്നെ ഉണ്ടാവും. അൻവറിനെ ചെറിയ എതിരാളിയായി കാണുന്നില്ല. അൻവറിന് നാല് അപരന്മാരാട്ടോ. അൻവർ വന്നതാണ് അവർ മത്സരം തന്നെ ഉള്ളത്. അല്ലെങ്കിൽ മത്സരമായിട്ട് കണ്ടായിരിക്കില്ല. അതായത് അൻവർ നിലമ്പൂർ വന്നപ്പോൾ നമ്മൾ എഴുതി തള്ളിയിട്ട് ഒന്നും സംഭവിച്ചില്ല. മണ്ഡലത്തിന്റെ സ്വഭാവം. 2 മണ്ഡലത്തിലേക്ക് ഒഴുകിയ വികസന പദ്ധതികൾ. 3 ബേപ്പൂർ ഫെസ്റ്റ്. ബേപ്പൂർ ഫെസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാ നാനാജാതി സമൂഹ രാഷ്ട്രീയ ഭേദമന്യേ ആളുകളെ ആ അവിടെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റിയിട്ടോ. ബേപ്പൂരിനെ ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റി. അതിലൊന്നും മാധു, രാത്രിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ബേപ്പൂരിലേക്ക് പോകാൻ കിട്ടിയിട്ടുണ്ടല്ലോ, അവിടെ ബേപ്പൂർ ബീച്ചും ചാലിയം ബീച്ചും ഉണ്ടല്ലോ. ആ 2 സ്ഥലത്തൂടെയും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു ദുബായിലെ സ്ഥലത്തൂടെ പോകുന്നു. അതേ ഞാൻ തന്നെ പറയുന്നു. പക്ഷേ നിങ്ങൾ അതേ ആളുകൾ ബേപ്പൂരിലെ ബീച്ചിൽ നിന്ന് ഇറങ്ങി നേരെ അവിടുത്തെ ഹാർബറിലേക്ക് പോകുന്നു. നോക്കൂ, കാല് ചവിട്ടാൻ പറ്റാത്ത വിധം അവിടെ വെള്ളത്തിനുള്ള പ്രശ്നം. അവിടെ ശുചിമുറികൾ പോലും. പ്രദേശത്തിൽ 148 വോട്ടിന് ലീഡുള്ളൂ. മുസ്ലിം കൺസോൾട്ടേഷൻ വന്നാൽ പോലും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചാലിയാർ പുഴ കടന്നു പോകുന്നു. നെക്സ്റ്റ്